ഹാപ്പി ഓണം. ഈ ഓണം ലുക്ക് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ പറയടി. ഹേ മൈ ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ സദ്യ തയ്യാറാക്കുന്നത് വീട്ടിൽ ഞാൻ ചോറൊക്കെ വേവിക്കാൻ വെച്ചു. ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം. സാമ്പാർ, അവിയൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റുന്നത്രയും നമുക്ക് തയ്യാറാക്കാം. ഇന്നലെ ഞാൻ ഇഞ്ചിക്കറിയും അച്ചാറും നാരങ്ങ അച്ചാറും ഇട്ട് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിൽ ഇതാക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. Bye bye. ഇതേതാ ഈ വിക്രമാദിത്യനും വേതാളവും? വാവ്, വണ്ടർഫുൾ. എവിടുന്ന് വന്നത് രണ്ടും? ബൈ. കുനിഞ്ഞു പോണേ, തല തട്ടും. ബൈ. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പരിപ്പ് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിപ്പ് കറി നമ്മൾ തയ്യാറാക്കാം. ഇനി അടുത്തത് അവിയൽ തയ്യാറാക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടില്ല, ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എല്ലാ തവണയും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓണസദ്യ തയ്യാറാക്കാറുണ്ട്. ഇത്തവണയും അതുപോലെ ഓണസദ്യ തയ്യാറാക്കുകയാണ്. പിന്നെ ഇതേപോലെ നമുക്ക് ഇനി വരുന്ന അടുത്ത ആഴ്ച നമുക്കിവിടെ മലയാളി അസോസിയേഷൻ ഓണപരിപാടി ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും പോകണം. അവിടെ എന്തായാലും സദ്യ ഉറപ്പാണ്. ഓണം എന്ന് പറയുമ്പോഴേ മനസ്സിൽ കുറേ കളർഫുൾ മെമ്മറീസ് ആണുള്ളത്. കുട്ടിക്കാലത്ത് നമ്മുടെ ഫാമിലിയും നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതും അടിച്ചു പൊളിക്കുന്നതും, പിന്നെ സ്കൂളിലെ കാര്യം പിന്നെ പറയണ്ട. സ്കൂളിലും മൊത്തത്തിൽ അടിച്ചു പൊളിച്ചും അവിടെ പാട്ടും ബഹളവും അത്തപ്പൂവിടൽ മത്സരവും പാട്ട് മത്സരവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. എല്ലാ പാട്ട് മത്സരത്തിലും ഞാൻ കാണും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റ്സും ഭയങ്കര പ്രഷ്യസ് ആണല്ലോ നമുക്ക്. അങ്ങനെ കഥ പറഞ്ഞു വന്നപ്പോൾ അവിയൽ ഞാൻ അടുപ്പിൽ കയറ്റി. പിന്നെ അതിനുശേഷം പരിപ്പിന് അരപ്പൊഴിക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് അതൊന്ന് ചൂടാക്കി അതിനകത്ത് കടുക് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് റെഡി. പിന്നെ അതേപോലെ അവിയൽ വെന്ത് കഴിഞ്ഞാൽ അതിലും കടുക് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഞാൻ ഇന്നലെ തലേന്ന് കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചതുകൊണ്ട് ഇന്ന് കുറച്ചൊരു നമുക്കൊരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. ഞാൻ ഏകദേശം ഒരു 10 ഐറ്റംസ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തലേന്ന് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും സവാളയും കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഇനി അടുത്തതായി ക്യാബേജ് തോരൻ. കുട്ടിക്കാലത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തലേന്നേ ഭയങ്കര എക്സൈറ്റഡ്. പിറ്റേന്ന് ഒരുങ്ങുക, രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി സുന്ദരിയായി നമ്മുടെ കസിൻസൊക്കെ ചേർന്ന് മുറ്റത്തൊക്കെ ഉള്ള പൂക്കളൊക്കെ പിച്ചി പറ്റുന്ന രീതിയിൽ കുഞ്ഞത്തപ്പൂക്കെ ഇടുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഉമ്മയൊക്കെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മളെ വിളിക്കും. നമുക്കാകെയുള്ള പണിയിൽ പോയി സദ്യ കഴിക്കുക, പിന്നും കളിക്കുക. ക്യാബേജ് തോരൻ റെഡി. ഇനി അടുത്തത് ഓലനാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ സദ്യ വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിയണം. പക്ഷേ നാട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ പപ്പാച്ചിയെടുത്ത് ഉമ്മയെടുത്ത് എത്തുമ്പോൾ ഇപ്പോഴും ഞാൻ ആ പഴയ കുട്ടി റോസാണ്. അങ്ങനെ ഓലനും റെഡി. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ എടുത്ത ഇഞ്ചിക്കറിയുടെ വീഡിയോയും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചിക്കറി റെസിപ്പി ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയ ശേഷം അത് ഉണങ്ങിയ ശേഷം മാത്രം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി വെളിച്ചെണ്ണയിൽ ഇഞ്ചി നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയാണ്. നമുക്കിവിടെ ചെറിയുള്ളി കിട്ടാത്തതുകൊണ്ട് ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിയാണെങ്കിൽ ഒരു 10 അല്ലി ചെറിയുള്ളി എടുക്കുക. പിന്നെ വേണ്ട 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ നാരങ്ങ വലുപ്പത്തിൽ പുളി വേണം. പിന്നെ കുറച്ച് ശർക്കര, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ശർക്കര എടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി വറുത്ത് കോരി ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഓണം മെമ്മറീസിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അതായത് എൻ്റെ വാപ്പയും വലിമിച്ചി, എൻ്റെ ഉപ്പയുമായി കേട്ടോ. അവർ കൈനീട്ടം തരും, നമുക്കെല്ലാ ചെറുമക്കൾക്കും തരും. അപ്പം നമ്മളിതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും ടോയ്സൊക്കെ മേടിച്ച് നമ്മൾ കൊണ്ടുവരും, കളിക്കും, ബഹളം, അതൊക്കെ ഒരു വൈബായിരുന്നു. ഇനി അതേ എണ്ണയിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കാം.
ഇനി നമുക്ക് ചെറിയ ജാറിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം കൂടി നമുക്ക് ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ഒരു തരിതരി പരുവം വേണം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. നമ്മൾ നേരത്തെ വറുത്ത എണ്ണയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അതിലേക്ക് കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി. ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഇഞ്ചിക്കറി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എടുത്ത പുളിവെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നാരങ്ങ വലിപ്പത്തിലാണ് ഞാൻ പുളി എടുത്തത്. അത് ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ശരിയായി കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. അപ്പോൾ അതേ ഞാൻ പുളിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ച് നോക്കുക, മിക്സ് ചെയ്തിട്ട് എത്ര വേണമെന്ന് നോക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നല്ല രീതിയിലൊന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചിപ്പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയും നല്ല തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ല രീതിയിലൊന്ന് തിളയ്ക്കുക. എന്നിട്ട് ഒന്ന് വറ്റി വരണം, വെള്ളം കുറച്ചൊന്ന് വറ്റണം. ഒരുപാട് വറ്റിപ്പോയത് ഭയങ്കര തിക്കായി പോവും. കുറച്ചൊന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ഇഞ്ചിക്കറി റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് തന്നെ നാരങ്ങാച്ചാറും ഇട്ട് വെച്ചു കേട്ടോ. ഇതും നല്ല സിമ്പിൾ റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. തൊലിയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാനത് അച്ചാറിട്ടത്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ഞാൻ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല. ഇനി അടുത്ത കൂട്ടുകറിയാണ്. ഞാൻ കടല തലേന്ന് തന്നെ സോക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേനയും പച്ചക്കായും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 2 പച്ചമുളകും ഇട്ട് നമ്മൾ കൂട്ടുകറി വേവിക്കാൻ വെച്ചു. അതിലേക്ക് അരപ്പ് അരച്ചൊഴിച്ചു, തേങ്ങ അരപ്പ്. ഇനി അതിലേക്ക് തേങ്ങ വറുത്തും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങ, വറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങയും ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് അതുപോലെ കൂട്ടുകറിയിൽ ഒഴിക്കുകയാണ്. ഇനി അടുത്തത് ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. ബീറ്റ്റൂട്ട് വേവിച്ച് അരച്ച് അതൊന്ന് തിളപ്പിച്ച് ഒന്ന് വെള്ളം വറ്റി വന്നപ്പോൾ അതിലേക്ക് തേങ്ങ അരപ്പിട്ടു. അതും ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് തൈര് ചേർത്തു, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. ഫ്ലെയിം ഓഫ് ചെയ്തു, കടുക് പൊട്ടിച്ചു. അങ്ങനെ കിച്ചടിയും റെഡിയായി. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ റെഡി. ഹായ് ഗായ്സ്, ഹാപ്പി ഓണം. അങ്ങനെ നമ്മുടെ പുതിയ താമസ സ്ഥലത്തെ ആദ്യത്തെ ഓണമാണ്. ജാർഖണ്ഡിൽ തന്നെയാണ്, റാഞ്ചിയിലാണ്. മുന്നേ ബർക്കാക്കാനിലായിരുന്നു. അപ്പം അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. എന്തൊക്കെയാണ് തയ്യാറാക്കി നോക്കിയാലോ. ചോറ്, സാമ്പാർ, പരിപ്പ്, കൂട്ടുകറി, കിച്ചടി, ക്യാബേജ് തോരൻ, പായസം, ഓലൻ, പുളിശ്ശേരി, അവിയൽ, നാരങ്ങാച്ചാർ, പപ്പടം, ഇഞ്ചിക്കറി അതായത് പുളിയിഞ്ചി, ചിപ്സ്. അപ്പോൾ വീഡിയോസൊന്നും ഡീറ്റെയിലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല.
ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തത് ഓണം സ്പെഷ്യൽ വ്ളോഗല്ലേ. അപ്പോൾ ഇന്ന് ഓണസദ്യയിൽ ഞാൻ തയ്യാറാക്കിയ വിഭവങ്ങൾ അധികമൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തയ്യാറാക്കിയത് സാമ്പാർ, പിന്നെ പരിപ്പ്, ഓലൻ, കൂട്ടുകറി, പുളിശ്ശേരി, കിച്ചടി, ഇഞ്ചിക്കറി, അച്ചാർ, പിന്നെ പായസം, പപ്പടം, പിന്നെ ചിപ്സ്, ചോറ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും വിഭവങ്ങൾ ഞാൻ തയ്യാറാക്കി പറ്റുന്ന രീതിയിൽ തട്ടിക്കൂട്ടി ഞാൻ എൻ്റെ സദ്യ ശരിയാക്കി എടുത്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കുട്ടി ഓണം വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻസ് ബൈ ഫ്രം റോസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അഗൈൻ ഹാപ്പി ഓണം. ബൈ.